ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 2023 നടത്തിയ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം വരുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ രാജവംശജൻ ആരായിരുന്നു? ആൻസർ ഇതിൽ ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഞാൻ പറയാം. ആൻസർ വരുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ. രണ്ടാമത്തെ ചോദ്യം വരുന്നത് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? ആൻസർ വരുന്നത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. ചോദ്യം അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ വരുന്നത് ജെയിംസ് മാഡിസൺ ആണ്. അപ്പം ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത്. നാലാമത്തെ ചോദ്യം രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിൻ്റെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി റഷ്യ ആണ്. റഷ്യൻ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. ചോദ്യം 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ആൻസർ ഓപ്ഷൻ ഡി ഹരിയാന. ആറാമത്തെ ചോദ്യം ഭൗമഘടനയിൽ മോഹോ വിച്ഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാൻഡിൽ നിന്നും വേർതിരിക്കുന്നു. രണ്ടാമത്തത് മോഹോ വിച്ഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നു. ഏഴാമത്തെ ചോദ്യം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കാർ എന്നീ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നത്? ഉത്തരം വരുന്നത് സിന്ധു ആണ്. അപ്പോൾ സിന്ധു ആണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കാർ എന്നീ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം വരുന്നത് തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് അനുസരിച്ച് നേരെ 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 24 ഡിഗ്രി സെൽഷ്യസ്. ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ അച്ചൻ കോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അഗസ്ത്യമലയാണ്. പത്താമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പാക്കുന്നതിന് NTPCയുമായി കരാർ ഒപ്പിട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതെന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ലഡാക്ക് ആണ്. 11ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന മാത്രം നോക്കാം. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950 അത് ശരിയാണ്. ഇനി പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്, അതും ശരിയാണ്. അപ്പോൾ 1, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. ഹരിത വിപ്ലവം ഭക്ഷ്യ ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ടതാണ്. ധവള വിപ്ലവം പാൽ ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ടതാണ്. നീല വിപ്ലവം എന്ന് പറയുന്നത് മത്സ്യ ഉൽപാദനമാണ്. അടുത്തതായിട്ട് മഞ്ഞ വിപ്ലവം എന്നുള്ളത് എണ്ണക്കുരു ഉൽപാദനമാണ്. ഇനി സുവർണ വിപ്ലവം എന്ന് പറയുന്നത് പഴം പച്ചക്കറി ഉൽപാദനമാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്.